ഹലോ എവരി വൺ. എഞ്ചിനീയർ സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഒരു RC സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻസുകളെ പറ്റിയിട്ടാണ്. അതായത് ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് RC സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഫിൽറ്ററിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, പിന്നീട് ടൈം ഡിലേ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും ഈ ഒരു സർക്യൂട്ട് ഉപയോഗിക്കാം. നമുക്കിന്ന് ഫിൽറ്ററിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. RC സർക്യൂട്ടുകൾ ഫിൽറ്ററിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം. വ്യത്യസ്ത തരത്തിലുള്ള ഫിൽറ്ററുകൾ ഉണ്ടെന്നും നമ്മൾ പഠിച്ചു. ഈ ഫിൽറ്ററുകളിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ അവരുടെ ഫിൽറ്റർ എന്നുള്ള കാഴ്ചപ്പാടിന് മറ്റൊരു തലം നൽകാൻ ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടും. അതായത് നമ്മൾ ഫ്രീക്വൻസി അനാലിസിസ് നടത്തുന്നത് CRO, DSO, അതായത് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടൈം ഡൊമൈനിലാണ് ഫ്രീക്വൻസി അനാലിസിസ് നടത്തുന്നത്. അതായത് സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് ഒരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വോൾട്ടേജിന് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ഈ ഉപകരണത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. എന്നാൽ ഫ്രീക്വൻസി ഡൊമൈനിൽ, അതായത് ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ആകുമ്പോൾ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിൽ അനാലിസിസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഫ്രീക്വൻസി ഡൊമൈനിൽ, അതായത് ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ആകുമ്പോൾ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ചെയ്യുന്നത്. ഇതിന് സ്പെക്ട്രം അനലൈസർ എന്ന് പറയുന്ന ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സിഗ്നൽ ഫിൽറ്ററിങ്ങിന് RC സർക്യൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫിൽറ്റർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്പെക്ട്രം അനലൈസറിൽ കൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇത് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ആണ്, ഫ്രീക്വൻസി ഡൊമൈൻ മെഷർമെന്റ്സ് ആണ് ഇതുവഴി ലഭിക്കുന്നത്. ഇതാണ് CRO അഥവാ DSO അതല്ലെങ്കിൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന മെഷർമെന്റ് എക്യുപ്മെന്റിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇത് ഞാനൊരു 3D ഡയമെൻഷനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് DSOയുടെ സ്ക്രീനിൽ, അതായത് ഓസിലോസ്കോപ്പിന്റെ സ്ക്രീനിൽ നമ്മൾ ഇങ്ങനെ കാണുന്ന സിഗ്നല് ഇതിന്റെ ഫ്രണ്ട് വശത്തു നിന്നുള്ളതാണ്. ഈ ഒരു സിഗ്നൽ ആണ് റെഡിന്റെ ഈ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ഉള്ള സിഗ്നൽ ആണ് നമ്മൾ ഓസിലോസ്കോപ്പിൽ കാണുന്നത്. എന്നാൽ സ്പെക്ട്രം അനലൈസറിൽ ഈ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ, അതായത് ഈ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും അതിന്റെ ഡിസ്പ്ലേയിൽ കാണുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിലൂടെ നോക്കുമ്പോഴത്തേക്കും ഇതാണ് നമുക്ക് വേണ്ട സിഗ്നൽ, ഇതായിരിക്കും നമ്മളുടെ അൺവാണ്ടഡ് സിഗ്നൽ. അതായത് ഈ ഒരു വര എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്തോറും ഫ്രീക്വൻസി കൂടി വരുന്നു. ഇവിടുത്തെ കേസിൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് കൂടി വരുന്തോറും സമയമാണ് കടന്നു പോകുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഒരു സ്പെക്ട്രം അനലൈസറിന്റെ ഡിസ്പ്ലേയിൽ കാണുന്ന ഗ്രാഫ്. ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 0 ഹെഡ്സ് ആണ് ഇവിടെ. അതിനുശേഷം ഈ ഫ്രീക്വൻസി കൂടി വരികയാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ട വാണ്ടഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 കിലോ ഹെഡ്സിനടുത്താണ്. നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 1 കിലോ ഹെഡ്സ് എന്ന് തന്നെ തിങ്ക് ചെയ്യാം. അപ്പൊ ഈ 1 കിലോ ഹെഡ്സ് കഴിഞ്ഞിട്ട് 1 മെഗാ ഹെഡ്സ് ഉണ്ട്, 1 ജിഗാ ഹെഡ്സ് ഉണ്ട്. അപ്പൊ ഈ 1 മെഗാ ഹെഡ്സ് 1 ജിഗാ ഹെഡ്സ് റേഞ്ചിലുള്ള ഈ കാണുന്ന സംഗതികളൊക്കെ നോയിസുകളാണ്. ആ ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന സിഗ്നലുകൾ നമ്മളുടെ വയറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ട്രാൻസ്ഫർ ഇതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഇൻഫർമേഷൻ മെസ്സേജിന്റെ കൂടെ ഈ നോയിസുകൾ കൂടി വരുമ്പോഴത്തേക്കും നമുക്കിതിനെ എഫക്റ്റീവായിട്ട് ഡീകോഡ് ചെയ്തെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ഫിൽറ്ററുകൾ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1 കിലോ ഹെഡ്സ് ആണ് നമ്മൾക്ക് വേണ്ട വാണ്ടഡ് സിഗ്നൽ. സോ ഈ 1 കിലോ ഹെഡ്സ് ബാക്കിയുള്ള എല്ലാ സിഗ്നലുകളെയും എല്ലാ നോയിസുകളെയും റിമൂവ് ചെയ്തുകൊണ്ട് 1 കിലോ ഹെഡ്സിനെ മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു RC ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കണം. RC ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ആവശ്യമുള്ള ലോ ഫ്രീക്വൻസി മാത്രം കടത്തിവിടുകയും ഹൈ ഫ്രീക്വൻസികളെ, അതായത്
നമ്മൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി മുകളിലുള്ള എല്ലാ ഹൈ ഫ്രീക്വൻസികളെയും അത് ഗ്രൗണ്ട് ചെയ്യുകയും നമുക്ക് വേണ്ട സിഗ്നലിനെ വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഗ്രാഫിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് ഉള്ളതാണ് ഈ നോയിസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 കിലോ ഹെർട്സ് ആണ്. സോ 1 കിലോ ഹെർട്സിന് മുകളിലേക്ക് വരുന്ന എല്ലാ ഫ്രീക്വൻസികളെയും നമുക്ക് ഒഴിവാക്കണം. അതിന് നമ്മൾ 1 കിലോ ഹെർട്സിന് മുകളിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ശ്രദ്ധിച്ചു കേൾക്കണം. 1 കിലോ ഹെർട്സിന് മുകളിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്ന ഒരു RC ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നലുകൾ റിമൂവ് ആയി നമുക്ക് വേണ്ട സിഗ്നൽ ക്ലിയർ ആയിട്ട് ലഭിക്കുന്നതാണ്. ആ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മളുടെ ആ ഒരു 1 കിലോ ഹെർട്സ് എക്സാമ്പിളിന് വേണ്ടി എടുത്താണ് 1 കിലോ ഹെർട്സ് എന്നുള്ളത്. ആ ഒരു 1 കിലോ ഹെർട്സ് ഈ -3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 കിലോ ഹെർട്സ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ലോ പാസ് ഫിൽറ്ററിന്റെ ആണ്. 0-യിൽ നിന്നും ഫ്രീക്വൻസി കൂടി വരുന്നു. നമുക്ക് വേണ്ട 1 കിലോ ഹെർട്സ് ആണ് ഈ ഫ്രീക്വൻസി -3 എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സിഗ്നലിന്റെ 70% വരെ വരുന്നതിനെയാണ് ഈ -3 dB എന്ന് പറയുന്നത്. സോ ഇത്രയും സംഗതികളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോയുമായി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി തീർച്ചയായും വരുന്നതാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.